ഇസ്രായേലിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിൽ മിസൈൽ ആക്രമണം നടത്തി ഹൂതി വിമതർ. യമനിൽ നിന്ന് ഹൂതി വിമതർ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലാണ് ഇസ്രായേലിലെ വിമാനത്താവളത്തിൽ പതിച്ചത്. മിസൈൽ ആക്രമണത്തിൽ 6ഓളം പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണം സ്ഥിരീകരിച്ച് ഇസ്രായേൽ സൈന്യം 7 ഇരട്ടി മടങ്ങിൽ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചു. സംഭവത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിരോധ മന്ത്രിയുമായും ഉന്നത സൈനിക മേധാവികളുമായും ടെലിഫോണിൽ ചർച്ച നടത്തി. തുടർന്ന് നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി യോഗവും ചേരും. ഗാസ വിഷയത്തിലാണ് യോഗം വിളിച്ചിരുന്നതെങ്കിലും ഹൂതി ആക്രമണമുണ്ടായ സാഹചര്യത്തിൽ അത് പ്രധാന അജണ്ടയാകും. ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിലേക്കുള്ള പ്രവേശന റോഡിനോട് ചേർന്നുള്ള പൂന്തോട്ടത്തിലാണ് മിസൈൽ പതിച്ചതെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വിമാനത്താവളത്തിന്റെ പാർക്കിംഗ് ഭാഗത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണെന്നാണ് വിവരം. യമനിൽ നിന്നുള്ള നിരവധി മിസൈലുകൾ ഇതിനോടകം തകർത്തതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിമാനത്താവളം 1 മണിക്കൂറോളം അടച്ചിട്ടു. അതേസമയം ഇസ്രായേലിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിന് സമീപം മിസൈൽ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ടെല്ലവീവിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം അബുദാബിയിലേക്ക് തിരിച്ചുവിട്ടതായി അറിയിപ്പ്. എയർ ഇന്ത്യ വിമാനം AI-139 ടെല്ലവീവിൽ ഇറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് ആക്രമണം നടന്നതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അബുദാബിയിലേക്ക് വിമാനം വഴിതിരിച്ചുവിടാൻ തീരുമാനിച്ച സമയം വിമാനം ജോർദാനിയൻ വ്യോമാതിർത്തിയിലായിരുന്നു. അതേസമയം ടെല്ലവീവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യയുടെ ഞായറാഴ്ചത്തെ വിമാനം റദ്ദാക്കി. മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിമാനങ്ങൾ റദ്ദാക്കിയത്. ടെല്ലവീവ് വിമാനത്താവളത്തിലേക്കുള്ള വ്യോമ ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. സർവീസ് പുനരാരംഭിച്ചെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. യമനിൽ നിന്നാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തു. സംഭവത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിൽ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ബെൻ ഗുറിയോൺ. മിസൈൽ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതാണ് റിപ്പോർട്ട്. പാസഞ്ചർ ടെർമിനലിൽ നിന്ന് പുക ഉയരുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം. പരിക്കേറ്റവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ബെൻ ഗുറിയോൺ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂതി വക്താവ് യഹ്യ സരി ടെലഗ്രാമിലെ പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. 6-ാം തീയതി വരെ ഡൽഹി ടെലവീവ് സർവീസ് ഉണ്ടാകില്ലെന്ന് എയർ ഇന്ത്യ യാത്രക്കാർക്ക് സൗജന്യമായി മറ്റൊരു ദിവസം ബുക്ക് ചെയ്യാനോ റീഫണ്ട് നൽകാനോ സൗകര്യമൊരുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേലിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്ത പശ്ചാത്തലത്തിൽ ഇസ്രായേലിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുള്ള ആക്രമണത്തിൽ ഹൂതികൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. പ്രതിരോധ മന്ത്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം വെടിനിർത്തൽ ചർച്ചകൾക്ക് തിരിച്ചടിയായി ഗാസയിൽ ആക്രമണം വിപുലപ്പെടുത്താൻ പദ്ധതിയുമായി ഇസ്രായേൽ സർക്കാരും സൈന്യവും രംഗത്ത്. പുതുതായി 1000കണക്കിന് റിസർവ് സൈനികരെ റിക്രൂട്ട് ചെയ്യാനാണ് പദ്ധതി. ആക്രമണവും ഉപരോധവും മൂലം പൊറുതിമുട്ടിയ ഗാസയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനുള്ള പുതിയ നീക്കവും ഇസ്രായേൽ തള്ളുകയാണ്. ഗാസയിൽ കൂടുതൽ വ്യാപ്തിയിലേക്ക് ആക്രമണം കൊണ്ടുപോകാനുള്ള സൈനിക മേധാവിയുടെ പദ്ധതിക്ക് ഇസ്രായേൽ സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. നാളെ ചേരുന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം ആക്രമണം വിപുലീകരിക്കുന്നതിന് അനുമതി കൈക്കൊള്ളും. ഇതിന്റെ ഭാഗമായി 1000കണക്കിന് റിസർവ് സൈനികരെ റിക്രൂട്ട് ചെയ്യും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.